റിപ്പോർട്ടിലേക്ക് നാടെങ്ങും പാതിവില തട്ടിപ്പിൽ കുരുങ്ങി പണം നഷ്ടമായവരുടെ വിലാപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് മുണ്ടൂരിലും 280 പേർ ഈ രീതിയിൽ തട്ടിപ്പിൽ അകപ്പെട്ടു. BJP നിയന്ത്രണത്തിലുള്ള നാഷണൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിലായിരുന്നു തട്ടിപ്പ്. പണം നഷ്ടപ്പെട്ടവരുടെ നേതൃത്വത്തിൽ സൊസൈറ്റിയിലേക്ക് മാർച്ച് നടത്തി. മുണ്ടൂരിൽ മാത്രം 276 പേരാണ് പാതിവില തട്ടിപ്പിന് ഇരയായത്. ഇവർ നൽകിയ തുക ഏതാണ്ട് കോടികൾ വരും. തങ്ങളുടെ പണം തിരികെ കിട്ടാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണിവർ. 276 പേരാണ് മുണ്ടൂരിലെ നാഷണൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പദ്ധതിയിൽ ചേർന്നത്. പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും നൽകാമെന്ന് പറഞ്ഞ് സാധാരണക്കാരിൽ നിന്ന് കോടികളാണ് വാങ്ങിയെടുത്തത്. ഇരുചക്ര വാഹനത്തിന്റെ വിലയായി 60,000 രൂപയും മറ്റ് ചാർജുകളിലായി 5,900 രൂപയുമാണ് ഓരോരുത്തരിൽ നിന്നും BJPയുടെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റി പിരിച്ചെടുത്തത്. BJP നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയിൽ നേതാക്കളുടെ അറിവോടെയാണ് തട്ടിപ്പെന്നാണ് CPM അടക്കം ആരോപിക്കുന്നത്. പച്ചയ്ക്ക് നട്ടുച്ച വെയിലത്ത് കക്കാമെന്ന് BJPയും കോൺഗ്രസും ചേർന്ന് കേരളത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളെ. അത് കേരളത്തിൽ ഞങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല. ഒരാളുടെ പൈസ നഷ്ടപ്പെടാനും അനുവദിക്കില്ല. പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടുത്ത നിയമ നടപടികളും സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പറഞ്ഞ സമയം അത്രയും കഴിയുകയും പാതിവില തട്ടിപ്പ് സംസ്ഥാന തലത്തിൽ തന്നെ പുറത്തു വരികയും ചെയ്തതിന് പിന്നാലെയാണ് പ്രതിഷേധവുമായി പണം നൽകിയവർ സൊസൈറ്റിയിലെത്തിയത്. സീഡ് സൊസൈറ്റിയാണ് ഞങ്ങളല്ല, യുവ കോപ്പറേറ്റീവ് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ സെക്രട്ടറിനെയും പ്രസിഡന്റിനെയും അവർ ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ റിമൂവ് ചെയ്തത് ഉന്നതം നിന്നാണെന്ന് പറയുന്നത്. അവരെന്നാ വരട്ടെ, അവർ വന്നിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കട്ടെ. CPIM പ്രതിഷേധത്തെ തുടർന്ന് സൊസൈറ്റി പോലീസ് പൂട്ടിച്ചു. വേറെ ഒരു സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റിയാണ്. അവരാണ് ഇവർക്ക് കൊണ്ട് പൈസ കൊടുത്ത് ഇവിടെ നിന്നാണ് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അതിൻ്റെ പേരിലാണ് അവർ പോയിരിക്കുന്നത്. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഒരു നിർദ്ദേശം കൊടുത്തിട്ടല്ല. BJP നേതാക്കളുടെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയതെന്നാണ് പരാതിക്കാർ പറയുന്നത്. തങ്ങളുടെ പണം തിരികെ കിട്ടും വരെ ഇവിടെ പ്രതിഷേധമിരിക്കാനാണ് പരാതിക്കാരുടെ തീരുമാനം. രാജീവ് സുദേവിനൊപ്പം മുണ്ടൂരിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ.